സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഭൂമിക്ക് ആയുസ് സൂര്യനുള്ളിടത്തോളം കാലം ആയുസ്സുണ്ട്. ചന്ദ്രന് ചൊവ്വയൊന്നുമല്ല. മനുഷ്യന് പറ്റിയ ഏറ്റവും വാസസ്ഥലം മറ്റൊരു സൂര്യനിലും മറ്റൊരു ഭൂമിയിലാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ നക്ഷത്രങ്ങൾക്കും സൗരയൂഥങ്ങളുണ്ട്. ISRO ഏലിയൻസിനെ കുറിച്ച് അങ്ങനെ പഠിക്കുന്നൊന്നുമില്ല. എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു കണക്ക് പഠിക്കുന്നതാണ് വലിയ കാര്യം. മിടുക്കനാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. എൻ്റെ ഒരു ആഗ്രഹം, അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡോക്ടറായിട്ട് ഒരു വില്ലേജിലൊക്കെ പോയി ഒരു സർവീസ് ലൈഫിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലുമായിട്ട് അസുഖങ്ങളാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പട്ടിയെങ്കിലും പിടിച്ച് കടിക്കുവാൻ. പ്രധാനപ്പെട്ട ക്വാളിറ്റി ഒന്ന്, അവനവൻ്റെ മേഖലയെല്ലാം മാസ്റ്റർ ചെയ്യാം. PSLVക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ലാൻഡറിന് സുഖമാണോ? ലാൻഡർ സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നു. ജീവിതം എന്നും ഒരു പുതിയ കാഴ്ചകൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ എന്നും വെച്ചിട്ടുള്ളത്. ദൈവത്തെ വിളിക്കുന്ന ടെൻഷൻ വേണ്ടല്ലോ. ബഹിരാകാശത്ത് പ്രത്യേകിച്ച് എംപ്ലോയ്മെൻ്റ് ഒന്നും ഇല്ലല്ലേ. രാജ്യാന്തര പ്രശസ്തനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISROയുടെ മുൻ ചെയർമാനുമായ ശ്രീ ഡോക്ടർ S. സോമനാഥാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം ശ്രീ സോമനാഥ് സാർ. നമസ്കാരം. ഇപ്പോൾ സാറ് ISROയിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്പോൾ നിരവധി സ്റ്റാർട്ടപ്പുകളുടെ അഡ്വൈസറാണ്. കർണാടകത്തിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറാണ്. ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാവാണ്. IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ അധ്യാപകനാണ്. IIST പഠിപ്പിക്കുന്നില്ല. ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാറിന് കേരള കൗമുദി എഡിറ്റോറിയൽ അഡ്വൈസറായിരുന്ന N. രാമേന്ദ്രൻ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കുകയുണ്ടായി. അദ്ദേഹം കേരളത്തിൻ്റെ അഡ്വൈസറായിട്ട്, ശാസ്ത്ര ഉപദേഷ്ടാവായിട്ട് സാറിനെ ക്ഷണിച്ചിട്ടുണ്ട്. എന്താണ് പ്രതികരണം? വളരെ സന്തോഷപൂർവ്വം അക്കാര്യം നമുക്ക് ഏറ്റെടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു ഫുൾ ടൈം ശാസ്ത്ര ഉപദേഷ്ടാവനായിട്ടല്ല അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ ഒരു പാനലുണ്ട്. കേരളത്തിൻ്റെ പല മേഖലകളിലെ ഏതെല്ലാം ടൈപ്പ് വിഷൻ, ലോങ് ടേം പ്ലാൻ ഉണ്ടാക്കണം, അതിൽ വേണ്ട അഡ്വൈസുകൾ നൽകുന്ന രീതിയിലാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മേഖല അതിലേക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റുമെങ്കിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോകത്തേക്ക് നോക്കിയാൽ കൊടും ചൂടിൻ്റെ വാർത്തകളാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഫ്രാൻസിൽ 1000-ലധികം ആൾക്കാർ മരിച്ചു. ഇപ്പോൾ യൂറോപ്പിലും വ്യത്യസ്തമല്ല സ്ഥിതി. എല്ലാവരും കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ടെങ്കിലും ഈ കൊടും താപത്തിൽ സൂര്യൻ്റെ റോൾ എന്താണ്? സൂര്യന് ഒരു റോളും ഇല്ല. സൂര്യൻ അതെങ്ങനെ കത്തിക്കൊണ്ടിരുന്നു അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ധനം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രത്യേകിച്ച് പ്രഭാവങ്ങൾ കൊണ്ടൊന്നുമല്ല. സൂര്യൻ്റെ ചില പ്രഭാവങ്ങളുണ്ട്. അതൊരു സോളാർ സൈക്കിളുകൾ 12 വർഷം നീളുന്ന ഒരു സൈക്കിളിൽ ചിലപ്പോൾ കുറച്ച് എമിഷൻസ്, സോളാർ കൊറോണൽ എമിഷൻസും വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ സ്പേസ് വെതർ മാറും. അത് കുറച്ച് നമ്മുടെ ഭൂമിയെ ഉണ്ടാവും. അത് കഴിഞ്ഞ എത്രയോ ലക്ഷം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടല്ല ഭൂമിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നത്. ഭൂമിയിലെ മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, സൂര്യൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല. ആ പ്രവൃത്തി കൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം 2 തരത്തിലുണ്ട്. അന്ന് സ്വാഭാവികമായ പ്രവൃത്തിയാണ്. കാരണം ഭൂമിയുടെ കാലാവസ്ഥ ഒരു കാലത്ത് ഇതുപോലെ അല്ലായിരുന്നു. മനുഷ്യയോഗ്യമല്ലാത്തൊരു ഭൂമിയിലാണ് അന്ന് മനുഷ്യനുണ്ടായത്. ഇവിടെ ജീവിച്ച ജീവജാലങ്ങളാണ് അതിനെ ഇന്ന് മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്ത്. നിങ്ങൾക്കറിയാമല്ലോ, സൈനോബാക്ടീരിയ ആണല്ലോ ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാക്കി നമുക്കെല്ലാം ജീവിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഒരു മനുഷ്യനിർമ്മിതമായ കാര്യം മാത്രമല്ല. പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം മനുഷ്യൻ ആ ചേഞ്ചിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു മാറ്റം ഇന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ സ്പീഷീസുകൾ ഇവോൾവ് ചെയ്യാൻ സമയം കൊടുക്കുന്നില്ല. മാറ്റങ്ങൾ അബ്സോർവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉയർന്ന ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് സമയം കൊടുക്കണം. ആ സമയം ഇല്ലാത്തതാണ് ചെടികളുടെയും ജന്തുക്കളുടെയും ഒക്കെ വംശനാശത്തിന്, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഈ ചൂട് കൂടി വന്ന് ഭൂമി വാസയോഗ്യം അല്ലാതാവും. ആവാം. അപ്പോൾ അതിനാണല്ലോ ടെക്നോളജി ഉള്ളത്. ഇപ്പം നമുക്ക് ചൊവ്വയിൽ പോയി താമസിക്കണമെന്നെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യന് ചൊവ്വയിൽ താമസിക്കാൻ കഴിയുമെന്നല്ലേ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം പ്രശ്നം ഭൂമിയിലുണ്ടായാൽ ഭൂമിയെ വാസയോഗ്യം മാറ്റാൻ പറ്റുന്ന ടെക്നോളജികൾ ഉപയോഗിക്കാൻ കഴിയുന്നൊരു, ചിന്തിക്കാൻ കഴിയുന്നൊരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ അതല്ല അതിൻ്റെ സൊല്യൂഷൻ. ഇത്തരം മാറ്റങ്ങളുടെ റേറ്റിനെ കുറയ്ക്കണം. അത് നമുക്ക് മാത്രം കഴിയുന്നൊരു, ഏതൊരു ജീവജാലത്തെ അപേക്ഷിച്ച് മനുഷ്യന് മാത്രം കഴിയുന്നൊരു കഴിവാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതാണല്ലോ ഒരുപാട് ഗ്രീൻ ഇനിഷ്യേറ്റീവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ വന്ന് ഭൂമിയെ വിഴുങ്ങുന്ന ഒരു കാലം വരുമോ? തീർച്ചയായിട്ടും വരും. കാരണം സൂര്യനും ഒരു ആയുസ്സുണ്ട്. ആ സൂര്യൻ്റെ മരണം നമുക്കെല്ലാം അറിയാം. സൂര്യൻ്റെ മരണം, അതിലെ ഹൈഡ്രജൻ ഇന്ധനം തീരുന്നതനുസരിച്ച് അതിൻ്റെ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി വീക്കാകുകയും അത് കുറേ അധികം വലുതാകുകയും
ആ വലുതായി ഭൂമി വരെ എത്തി അതിനെ വിഴുങ്ങുകയും ചെയ്യും. അത് നമുക്കറിയാവുന്ന കാര്യം. അതെന്തെങ്കിലും ഒരിക്കലല്ലേ, അത്രയോ കോടാനുകോടി. അന്ന് മനുഷ്യൻ അതിനു മുമ്പ് തന്നെ മനുഷ്യൻ ഇവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയിരിക്കും. കാരണം ആയിരിക്കും. അപ്പോൾ അതൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നും മനുഷ്യകുലത്തിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യകുലം തന്നെ ഇല്ലാതാവുമെന്നാണ് പറഞ്ഞത്. മനുഷ്യകുലം തന്നെ ഇല്ലാതാവും അതിനു മുമ്പ് തന്നെ. ഇപ്പം സാറ് ചെയർമാനായിട്ടിരുന്ന സമയത്ത് ആദിത്യ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അതെ. അതിൽ സൂര്യനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. അതിൽ നിന്ന് എന്താ കണ്ടെത്തിയത്? അതിൻ്റെ പ്രധാനം അത് പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മളത് വിക്ഷേപിച്ചത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ്റെ ഒരു പ്രത്യേകത അതൊരു 12 വർഷ സൈക്കിളിലൂടെ കടന്നു പോകുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആ വിക്ഷേപിച്ച വർഷമായിരുന്നു സോളാർ പീക്ക് എന്ന് പറയുന്ന വർഷം. അതായത് സോളാർ കൊറോണൽ എമിഷൻ ഏറ്റവും അധികം നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വിക്ഷേപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയത് മിഷനാണ്. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറോണൽ മാസ് ഇജക്ഷൻ, ഭൂമിയോട് അത്രയും ഭാരമുള്ള അത്രയും വസ്തുക്കൾ അതിനെ എറിഞ്ഞുകൊണ്ടിരിക്കും സ്പേസിലേക്ക്. അത് പാർട്ടിക്കിളായിട്ടും എലിമെൻസ് ആയിട്ടും റേഡിയേഷനായിട്ടും എക്സ്റേ ആയിട്ടും ഒക്കെ അൾട്രാവയലറ്റും ഒക്കെ ആയിട്ട് ഭൂമിയിലേക്കും സൂര്യന് ചുറ്റുമുള്ള എല്ലാ സ്പേസിലേക്കും വ്യാപിക്കും. അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം ഭൂമിയിലെത്തും. ഭൂമി എത്രയാ ചെറുതാണ് സൂര്യൻ്റെ ചുറ്റും ഡയമീറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിലെത്തുന്നതിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അത് മെഷർ ചെയ്യണം നമ്മൾ 7 പ്രധാന ഇൻസ്ട്രുമെൻറ്റുകൾ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന് അതിൻ്റെ കൊറോണൽ ഗ്രാഫ്, അത് സൂര്യൻ്റെ പ്രധാന ബിംബത്തെ മറച്ചുകൊണ്ട് കൊറോണൽ ഏരിയയെ കണ്ട് കൊറോണൽ എമിഷനുകളെ മാർക്ക് ചെയ്യുക. പിന്നെ അതിനെ നോക്കിക്കൊണ്ട് മറ്റ് അൾട്രാ വയലറ്റിൽ അതിനെ കാണുക, അവിടുന്ന് വരുന്ന പാർട്ടിക്കിൾസിനെ മെഷർ ചെയ്യുക, അവിടുന്ന് വരുന്ന ലോ എനർജി എക്സ്റേയും ഹൈ എനർജി എക്സ്റേയും മെഷർ ചെയ്യുക, അവിടുന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യുക. ഇതെല്ലാം മെഷർ ചെയ്യുമ്പോൾ ഒരു കൊറാബറേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പല മെഷർമെൻറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. ആ പഠനം കണ്ടിന്യൂ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു 5 വർഷമെങ്കിലോ 8 വർഷമോ 10 വർഷമോ ഈ ഡാറ്റ കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്യുന്ന പല സോളാർ മെഷീനുകളുണ്ട്. അതിലൊന്നാണ് ഇത്. അതൊരു ഗ്ലോബൽ നോളജിൻ്റെ ഒരു ഭാഗമാണ്. ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഈ പ്രോസസ്സിനെ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലുകളുണ്ട്. എങ്ങനെയാണ് എമിഷൻ ഉണ്ടാകുന്നത്, ഒരു എമിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എത്തുന്നത്, ഭൂമിയിലെ ക്ലൈമറ്റിനെ അത് ഏത് തരത്തിലുള്ള ബാധിക്കുന്നുണ്ട്, ഇതിനെല്ലാം മോഡൽസ് ഉണ്ട്. ഈ മോഡൽസിലേക്കുള്ള ഡാറ്റയാണ് ഈ പറയുന്ന ഒബ്സർവേഷനുകൾ. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ വരാൻ സമയമെടുക്കും. ഒരു കാലത്ത് സൂര്യൻ മരിക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ഗതി എന്താവും? സൂര്യനും ചന്ദ്രനും രണ്ട് ഗ്രഹങ്ങൾ, 2 ബോഡികളായതുകൊണ്ട് സൂര്യൻ മരിച്ചു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിന് തന്നെ നിലനിൽപ്പില്ല. പക്ഷേ സൂര്യൻ മരിച്ചാലും ആ ഭാരം അവിടെ ഉള്ളത് കൊണ്ട്, കാരണം സൂര്യൻ പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് സൂര്യൻ അവിടെ പ്രകാശം വരിയാത്ത ഒരു ഇരുണ്ട ഗർത്തമാകുകയില്ല. കാരണം ചന്ദ്രശേഖർ ലിമിറ്റ് പ്രകാരം സൂര്യൻ ഒരിക്കലും സമോഗർത്തമാകാതെ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് അവിടെ നിൽക്കുകയും, ന്യൂട്രോൺ സ്റ്റാറിന് പ്രകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളെല്ലാം അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഇരുട്ടിലാവും. തീർച്ചയായിട്ടും ഇരുട്ടിലാവുമല്ലോ. നമ്മൾ അതിന്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ വലുതായിട്ട് ആലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, കാരണം ഇതൊരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ലോകത്തെല്ലായിടത്തും. എല്ലാ നക്ഷത്രങ്ങളും മരിച്ച് മണ്ണറിഞ്ഞ് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് അങ്ങനെയാണ് നമ്മളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതൊരു വളമാണ്, അടുത്തൊരു സൗരയൂഥത്തിന്റെ വളമാണ് ഈ സൗരയൂഥം. ഭൂമി അല്ലാതെ ഒരു വാസസ്ഥലം മനുഷ്യനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ചന്ദ്രനും ചൊവ്വയൊന്നും അല്ല. മനുഷ്യന് പറ്റിയ ഏറ്റവും വാസസ്ഥലം മറ്റൊരു സൂര്യനിലും മറ്റൊരു ഭൂമിയിലാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നടക്കണമെങ്കിൽ മനുഷ്യൻ ഈ സൗരയൂഥത്തിൽ നിന്ന് മറ്റൊരു സൗരയൂഥത്തിലേക്ക് പോകാൻ പറ്റുന്ന കഴിവ് നേടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നേടിയെടുക്കും. കാരണം നമ്മളിപ്പോൾ സയൻസിൻ്റെ യാത്ര വളരെ കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഈ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് ഇനി ഏത് തരത്തിലൊക്കെ ആകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് മനുഷ്യൻ അവൻ്റെ സർവൈവല് ഭൂമിയിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാലും അവൻ്റെ ഇൻ്റർവെൻഷനുകളോടുകൂടി, പ്രോപ്പർ ഇൻ്റർവെൻഷനോടുകൂടി അടുത്തൊരു ബില്യൺ വർഷത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ജീവിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടെക്നോളജി ഏത് തരത്തിൽ ഇവോൾവ് ചെയ്യുമെന്നും ഏതെല്ലാം കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കാൻ പോലും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗരയൂഥത്തിന് അപ്പുറം ഒരു പ്ലാനറ്റ്, അതിനെക്കുറിച്ചുള്ള പഠനം തീർച്ചയായിട്ടും അതുണ്ട്. ഇപ്പം ഇന്നത്തെ നിലയിൽ നമുക്കറിയാവുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും സൗരയൂഥങ്ങളുണ്ട്. അവയ്ക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ട്. കാരണം അവയുടെ ഗ്രാവിറ്റി ഫീൽഡ് ഈ പറഞ്ഞ പൊടിപടലങ്ങളെ ചുറ്റും വലിച്ചെടുക്കുകയും ഗ്രഹങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നൊരു പ്രോസസ്സ് നടക്കും. ആ പ്രോസസ്സിൽ അവിടെ ഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഗ്രഹങ്ങളെ കാണാനായിട്ട് എക്സോ സോളാർ പ്ലാനറ്റുകൾ എന്ന് പറയും, കാണാനായിട്ട് പല മിഷനുകൾ നടത്തിയിട്ടുണ്ട്. കെപ്ലറെ പോലെയുള്ള മിഷനുകൾ. നമ്മളും അത്തരം മിഷനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇന്ന് വരെ പല പല ഗ്രൗണ്ട് ബേസ്ഡ് ഒബ്സർവേഷനുകളും സ്പേസ് ബേസ്ഡ് ഒബ്സർവേഷനൊക്കെ കണ്ട് ഏകദേശം 5000-ലധികം ഇത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തുക പ്രയാസമാണ്. കാരണം ഇവയൊന്നും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതല്ല. മറ്റ് സ്റ്റോറിന് ചുറ്റുമുള്ളത് ഇരുണ്ട കാഴ്ചയിലാണ് നമ്മൾ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിൽ പലതിലും നമുക്കിന്ന് സ്പെക്ട്രോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അന്തരീക്ഷം ഉണ്ടോ എന്നും അവയിൽ ജലമുണ്ടോ എന്നും
ഭൂമി സദൃശമാണോ എന്നും അവൻ്റെ ഭാരം, ഗ്രാവിറ്റി, സ്പീഡ് ഓഫ് റൊട്ടേഷൻ, അവിടുത്തെ താപമാനം, ഇതെല്ലാം മെഷർ ചെയ്യാനുള്ള ഇന്നത്തെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് മനുഷ്യവാസയോഗ്യമായ 100ഓളം ഗ്രഹങ്ങൾ ഉണ്ടാ എന്നുള്ള മനസ്സിലാക്കലെങ്കിലും മനുഷ്യൻ ഇന്ന് എത്തിയിട്ടുണ്ട്. ഉണ്ട്. അന്യഗ്രഹ ജീവികളും ഉണ്ടാവുമല്ലോ ഇത്തരം ഗ്രഹങ്ങളിൽ. അത്തരം അനുഗ്രഹ ജീവികളുടെ ഒരു സാന്നിധ്യം മനുഷ്യവാസയോഗ്യമായ ജീവൻ ഉൽപ്പാദിക്കാൻ കഴിയുന്ന ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ജീവി ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ മൈക്രോബിൻ്റെ അവസ്ഥയിലായിരിക്കും. ഭൂമിയിൽ ജീവൻ തുടങ്ങിയത് ആദ്യം വന്ന ജീവികളിൽ എന്താണെന്ന് നമുക്കറിയാം. അതൊരു സെൽഫ് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോട്ടീൻ തന്മാത്രയായിരുന്നു. അത്തരം രീതിയിലാണോ നിൽക്കുക, അതോ ഇവോൾവ് ചെയ്ത് ഇന്നത്തെ കാണുന്ന ചെടികളെയും മനുഷ്യൻ്റെ രൂപത്തിൽ അവ മാറിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് പറയാനാവില്ല. ഇപ്പം നാസ എടുത്ത ചിത്രങ്ങളിൽ ഡീപ്പ് ഫോട്ടോസിൽ ഈ അന്യഗ്രഹ ജീവികൾ വന്നു പോകുന്നുണ്ടെന്നും UFOകളെ കാണുന്നുണ്ടെന്നും ഒക്കെ ഒരിക്കൽ ട്രംപ് പോലും പറഞ്ഞു. അതെനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്ത് പറയാം. നമ്മുടെ ദൃഷ്ടിയിൽ, ISROയുടെ ദൃഷ്ടിയിൽ ഏലിയൻസ് ഉണ്ടായിട്ടില്ലേ? ISRO ഏലിയൻസിനെ കുറിച്ച് അങ്ങനെ പഠിക്കുന്നില്ല. ഇല്ല. കാരണം ആ ഏലിയൻസ് എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ബുദ്ധിപരമായ ഉന്നതത്തിലെത്തിയ ജീവികൾ നമ്മളെ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണല്ലോ ഏലിയൻസ് ഉണ്ടായത്. ISROയുടെ പഠനം ഇന്ന് ഈ മേഖലയിൽ 2 കാര്യങ്ങളിലാണുള്ളത്. ഒന്ന്, മനുഷ്യനിൽ ഇത് ഈ ജീവൻ്റെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ടീം ഇന്ന് നമുക്കുണ്ട്. അവർ പഠിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഈ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് മുതലായ ഇവൻറ്റുകൾ ഇത്തരം കോംപ്ലക്സ് പ്രോട്ടീൻ മോളിക്യൂളുകളെ സെൽഫ് റിപ്രൊഡ്യൂസിങ് മോളിക്യൂളുകളെ സിന്തസ് ചെയ്യാൻ പറ്റും. കാർബണേഷ്യസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജനും കൂടെ അടങ്ങിയിട്ടുള്ള, നൈട്രജൻ അടങ്ങിയിട്ടുള്ള തന്മാത്രകളെ, കോംപ്ലക്സ് തന്മാത്രകളെ നിർമ്മിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭൂമിയിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റു ചിലർ സ്പേസിൽ നിന്നുള്ള സാമ്പിളുകൾ കൊണ്ടുവന്ന് അതിനെ നോക്കിക്കണ്ട് ആ സാമ്പിളുകളിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ 2 പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എക്സോ സോളാർ പ്ലാനറ്റുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള ഏലിയൻസ് ഉണ്ടെങ്കിൽ അവർ വളരെ പ്രിമിറ്റീവ് ആണോ, അതോ വളരെ മോഡേൺ ആണോ, അതോ പ്രാചീനരാണോ, എന്താണ്? അത് നമുക്ക് അറിയില്ലല്ലോ ഇന്ന്. ഒന്ന് അറിയണതെങ്കിൽ അവരിവിടെ വന്ന് നമ്മളോട് സംസാരിച്ചാലേ അറിയാൻ പറ്റൂ. അവരിവിടെ വരികയാണെങ്കിൽ അത് വലിയ അപകടമായിരിക്കും. അങ്ങനെ ഒരു ഇൻവേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം കൾച്ചറലായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ, കാരണം ഇതിനോട് വലിയ നമുക്ക് 2 അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം. ഇത് ഇപ്പോൾ കൾച്ചറൽ ഇൻവേഷൻ എന്ന് പറയുന്നത്, കാരണം ഒരു ജീവസമൂഹം മറ്റൊരു ജീവസമൂഹമായിട്ട് ബന്ധപ്പെടണം. അവർ സിംബയോട്ടിക് അല്ലെങ്കിൽ, ഇപ്പം നമ്മളെ ഭൂമിയിലാണെങ്കിൽ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ്. ഒന്നിൻ്റെ നാശം മറ്റതിന് നാശമാണ്. നമ്മളെല്ലാം ഒന്നാണ് എസെൻഷ്യലി. നമ്മുടെ ജീവൻ്റെ ഘടന ഭൂമിയിലുള്ള എല്ലാ ബാക്ടീരിയയുടെയും ചെടികളുടെയും മനുഷ്യരുടെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം ഒന്നാണ്. നമുക്കെല്ലാം ഒറ്റ അച്ഛനേ ഉള്ളൂ, അമ്മയേ ഉള്ളൂ. അത് നമുക്കറിയാം. പക്ഷേ ഇനി വരുന്ന ഒരു ഏലിയനായിട്ട് വരുന്ന ഒരു ജീവിക്ക് ആ സ്വഭാവം ഇല്ല. നമ്മുടെ DNA സ്ട്രക്ചർ ആയിരിക്കില്ല, നമ്മുടെ RNA എനർജി പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ആയിരിക്കില്ല, നമ്മുടെ കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത്തരം ഒരു ജീവിക്ക് നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. കെമിക്കലി പ്രശ്നങ്ങളുണ്ടാവും. ആ കെമിക്കൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവരുടെ നാശത്തിനോ നമ്മുടെ നാശത്തിനോ ഇടപെടാം. ഇനിയിപ്പോൾ അത്തരം കെമിക്കൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നമ്മുടെ ഇൻ്റലിജൻസ് ലെവലിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റുകയും അത് മനസ്സിലാക്കുകയും പറ്റുന്ന ലെവലിൽ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു അപകടകരമല്ലാത്ത പരസ്പരം സിംബയോട്ടിക്കായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറാം. അതൊരു പുതിയ കെമിസ്ട്രി ഇവോൾവ് ചെയ്തെന്ന് വരാം. എന്തായാലും വേറൊരു ഗ്രഹത്തിൽ എവിടെയോ ഇത്തരം ആൾക്കാരുണ്ടാകാം. ആൾക്കാര് എന്ന് വിചാരിക്കണ്ട, അജീവി ഒരു എന്താ പറയുന്നത്, ഓർഗാനിസം എന്നുള്ള വാക്കായിരിക്കും കുറെ കൂടെ നല്ലത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അനുബന്ധമായിട്ട് ഭൂമിയുടെ ഒരു ഭാവി പറയാൻ പറ്റുമോ? എന്താണ് ഭൂമിയുടെ ഫ്യൂച്ചർ? എത്ര ആയുസ്സുണ്ട് ഭൂമിക്ക്? ആയുസ് സൂര്യനുള്ളിടത്തോളം കാലം ആയുസ്സുണ്ട്. ഭൂമിയുടെ ആയുസ്സിനെ നിശ്ചയിക്കാൻ ഭൂമിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം എത്രയോ സൂര്യൻ കുറെ കൂടെ നിന്ന് ഭൂമി അത്രയും കാലവും നിൽക്കും. ഭൂമിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാറ് ഡോക്ടർ ആവാനാണ് ആഗ്രഹിച്ചത്. ഈ മേഖലയിലേക്ക് മാറി തിരിഞ്ഞു വന്നതാണ്. ഇപ്പോഴും ഒരു ഡോക്ടറേറ്റ് ഉണ്ട്. ആ ഡോക്ടറേറ്റ് അല്ലല്ലോ ഡോക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ മെഡിക്കൽ താല്പര്യം എന്തായിരുന്നു? അല്ല, അത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ബയോളജിയോടായിരുന്നു എനിക്ക് ഏറ്റവും അധികം. സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു, ടോപ്പ് മാർക്കായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ബയോളജി, അതുകൊണ്ട് മാത്രമല്ല ബയോളജിയുടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഡിസെക്ഷനൊക്കെ ചെയ്ത് എൻ്റെ സഹോദരൻ്റെ, എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ പെട്ടികളിൽ നിന്നുള്ള ബോക്സുകളെടുത്ത് അഞ്ഞാഞ്ഞൂലിലേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. പക്ഷെ അത് എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, കണക്ക് പഠിക്കുന്നതാണ് വലിയ കാര്യം, ബയോളജി ഒന്നും പഠിച്ചാൽ അതൊക്കെ ബോട്ടണി സുവോളജിയൊക്കെ പഠിച്ച് നീ എന്താവാനാന്നൊക്കെ ചോദിച്ചു. അന്ന് ഡോക്ടർ ആകുന്നതിനെക്കുറിച്ചൊരു ചിന്തിക്കാൻ പോലും എൻ്റെ കുടുംബത്തിന് പോലും
അന്നൊരു തയ്യാറല്ലായിരുന്നു എന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മൾ കണക്ക് പിടിച്ചു കഴിഞ്ഞാൽ അന്നൊക്കെ കണക്കാണല്ലോ നമുക്കൊരു എംപ്ലോയബിലിറ്റിയുടെ വഴി കൂടുതൽ. സ്പന്ദനം മാത്തമാറ്റിക്സിലൂടെ അങ്ങനെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കണക്ക് പഠിക്കാനായിട്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് അങ്ങനെ ആയപ്പോഴാണ് പിന്നീട് എഞ്ചിനീയർ ആകേണ്ടി വന്നത്. അല്ലാതെ എനിക്ക് അതിനോടൊരു ബയോളജിയോട് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഡോക്ടർ ആവണം എന്നുള്ളൊരു മോഹം മറ്റു ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തോന്നുമോ? അതോ സാറ് ഇപ്പോൾ വലിയൊരു രാജ്യത്തിനപ്പുറം അറിയപ്പെടുന്ന ഒരാളായി വളർന്നു കഴിഞ്ഞു? അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം മെഡിക്കൽ പ്രൊഫഷൻ ഒരു വലിയ നല്ല പ്രൊഫഷനാണ്. എന്ത് പറഞ്ഞാൽ സേവനം ചെയ്യാൻ എൻ്റെ ഒരു ആഗ്രഹം, അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡോക്ടറായിട്ട് ഒരു വില്ലേജിലൊക്കെ പോയി ഒരു സർവീസ് ലൈഫിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ നാട്ടും പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ. ഞാൻ സ്ഥിരം ആശുപത്രിക്കാരനായിരുന്നു ചെറുപ്പത്തിൽ. എന്നും അസുഖമായിരുന്നു, എന്തെങ്കിലുമായിട്ട് അസുഖങ്ങളാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പട്ടിയെങ്കിലും പിടിച്ച് കടിക്കും എന്നെ. അപ്പോൾ അന്ന് എന്നെ ഡോക്ടർ വിളിച്ചുകൊണ്ടിരുന്ന ആ പട്ടികടി വന്നല്ലോ എന്നാണ് എന്നെ ആ ഡോക്ടർ കാണുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം കാണുന്ന പട്ടികളോടൊക്കെ കളിച്ചുകൊണ്ട് അത് പിടിച്ച് കടിക്കും. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും. അതുപോലെ ധാരാളം മണ്ണിലും അഴുക്കിലും വെള്ളത്തിലും ഒക്കെ ഓടി നടന്ന് കളിക്കുന്നതുകൊണ്ടുള്ള ഇൻഫെക്ഷനുകൾ, പാരസൈറ്റിക് ഇൻഫെക്ഷൻ, ഇങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ അടുക്കലായിരുന്നു സ്ഥിരം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അവിടുത്തെ മുമ്പിൽ ഹാജരാകും. അന്നത്തെ സർക്കാർ സ്കൂൾ. അപ്പോൾ ഈ ഡോക്ടറെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹം അവിടെ വരും, വളരെ സ്നേഹമായിട്ട് നമ്മളോടൊക്കെ പെരുമാറും. ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാം അടുത്ത തോളിൽ തട്ടി മരുന്നൊക്കെ തന്നു. അന്ന് മരുന്നുകളൊക്കെ അറിയാമല്ലോ. ഓർമ്മയുണ്ടോ? പേരെനിക്ക് ഓർമ്മയില്ല. തുറവൂരിലായിരുന്നല്ലോ. ഞാൻ അരൂരിലായിരുന്നു. അരൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കഥയാണ് ഈ പറയുന്നത്. ആ ഡോക്ടർ എനിക്ക് അറിയില്ല, ആരാണെന്ന് പോലും എന്റെ ഓർമ്മയിലില്ല. വളരെ സുന്ദരനായ ഒരാള്. അല്ല, ഞാൻ ജനിച്ചു വളർന്നത് അരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ തുറവൂർ എന്റെ അച്ഛന്റെ നാടാണ്. അച്ഛന്റെ നാടാണ്. ശരി. അന്നും പക്ഷേ ഈ മാനത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ നോക്കുന്ന ഒരു സ്വഭാവവും ഇല്ലായിരുന്നു. അതെനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. അച്ഛൻ ഒരുപാട് വായിക്കാനൊക്കെ എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇത്തരം പുസ്തകങ്ങൾ, നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ആൽബവും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നത് ഒരു എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ അന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന വളരെയധികം ആളുകളൊന്നുമില്ല. അത് നമ്മളെ ഈ മേഖലയുടെ കുറേ കൂടെ സയൻസ്, ശാസ്ത്രം, എൻ്റെ അച്ഛനൊരു ഹിന്ദി അധ്യാപകനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. അത് വായിക്കാൻ ഒരുപാട് സമയവും ചിലവാക്കിയിരുന്നു. അതിനെക്കുറിച്ച് ബോധവും ഉണ്ടായിരുന്നു. ഒരു വൺ വേ ടിക്കറ്റുമായി അല്ലെ തിരിച്ചു വരാത്ത ഒരു ടിക്കറ്റുമായി ചന്ദ്രനിൽ പോയി താമസിക്കാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട്, മടങ്ങി വരാതെ. ഞാൻ കഴിഞ്ഞ ദിവസം സ്വപ്നം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളുടെ ഒപ്പം ഇരുന്ന് ഞാൻ സിനിമ കാണുമായിരുന്നു, ഹെയിൽ മേരി എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ. അപ്പോൾ അതിനകത്ത് ഇത്തരം യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വളരെ ഇമോഷണലായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നോട് മോള് ചോദിച്ചു, അച്ഛന് ഇതുപോലെ എപ്പോഴെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഡ്രീം അതാണ്, സ്പേസിൽ അനന്തമായിട്ട് പറന്ന് നടക്കുക എന്ന് പറയുന്നത് പോലുള്ള ഒരു സുഖം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് അതിനകത്ത് മരിച്ചുപോയ ഒരാളെ ഒരു ചൂട്ടിലൂടെ വെളിയിലേക്ക് കളയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ഫ്രീ ആയിട്ട് അദ്ദേഹം ശരീരം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പോകുന്ന കാണുമ്പോൾ ആക്ച്വലി അതിനെ ഞാനായിട്ട് തന്നെ ചിലപ്പോൾ ആലോചിച്ചു പോയി. അങ്ങനെ ഒരു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് എന്തൊരു മനോഹരമായ ഒരു ക്രമേഷനായി പോയാനെ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയി. ആ സ്വപ്നം എപ്പോഴും ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും ബാക്കിയുണ്ട്. ജീവനോ ജീവനില്ലാതെയോ അവിടെ പറന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ. ബഹിരാകാശത്ത് ഇപ്പോൾ പോയി ഒരുപാട് സുനിത വില്യംസ് ഒക്കെ ഒരുപാട് നാൾ താമസിച്ചിട്ടുണ്ട്. അതെ. അന്നേരം അവിടെ ഈ മരണം എന്നുള്ളത് അവിടെയും സംഭവിക്കുമോ? തീർച്ചയായിട്ടും മരണം എപ്പോഴും ഉണ്ടാവാമല്ലോ. മരണം മനുഷ്യൻ അങ്ങനെ അപകടത്തിലൂടെ അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ മരിക്കാം. മനുഷ്യന്റെ ഫിസിയോളജികൾ കൊണ്ടുണ്ടാകുന്ന മരണം, ഏജ് കൊണ്ടുണ്ടാകുന്ന മരണം, അതുപോലെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന മരണം, തീർച്ചയായിട്ടും മരണം സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം സ്റ്റേ ഉള്ള സമയത്ത് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു അപകടമാണത്. കാരണം ബാക്ടീരിയൽ ഗ്രോത്ത് ഇത് അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്ത് ഒരു മരിച്ച ഒരാളെ വച്ചുകൊണ്ടിരിക്കാൻ പോലും പറ്റില്ല. ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡിസ്പോസ് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല, വെളിയിലേക്ക് എടുത്ത് കളയാനേ പറ്റുള്ളൂ. അവിടെ ഒരുപാട് ഈ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ സ്പേസ് മാലിന്യം എന്നൊക്കെ പറയും, അത് എന്തായിരിക്കും ഭാവിയിൽ എങ്ങനെ വരും? സ്പേസ് മാലിന്യത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ഒന്ന്, സ്പേസ് മാലിന്യം എവിടെയാണ്, എത്ര ഉയരത്തിലാണ്. അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഏകദേശം ഒരു 400 കിലോമീറ്റർ വരെയുള്ള സ്പേസ് മാലിന്യം ഒരു 5 കൊല്ലം കൊണ്ടോ ഒക്കെ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് കത്തിപ്പോവും. ഒന്നും അവിടെ നിൽക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സ്പേസ് മാലിന്യം ഒരു കാലഘട്ടത്തിൽ അവിടെ പെർമനന്റ് ആയിട്ട് കാണില്ല. അത് കാരണം പല ഗ്രാവിറ്റിയുടെ
ഫ്ലക്ച്വേഷൻ ഉണ്ട്, സോളാർ പ്രഷർ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് അത് പതുക്കെ പതുക്കെ ഭൂമിയുടെ അടുത്തുകൊണ്ടിരിക്കും. ഒരു ഉയരം വരെയുള്ളത്, ഉയരത്തിന് അപ്പുറമുള്ളത് അടുക്കില്ല. ഇപ്പം നമ്മൾ ജിയോ സ്റ്റേഷൻ ഉപഗ്രഹത്തിനെ ഭൂമിയിലേക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ചിലപ്പോൾ. പക്ഷെ താഴെയുള്ളതെല്ലാം അടിക്കടി പതുക്കെ പതുക്കെ ഭൂമിയുടെ അടുത്ത് വരികയും 25, 50, 100, 200, 300 വർഷങ്ങൾ കൊണ്ട് ഇത് ഭൂമിയിലേക്ക് ഇറങ്ങി അന്തരീക്ഷത്തിൽ കത്തി നശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബഹിരാകാശം വളഞ്ഞു പിടിക്കലുണ്ടോ രാഷ്ട്രങ്ങൾ തമ്മിൽ? ഇപ്പോൾ സ്പേസ് സ്റ്റേഷനൊക്കെ പോലെ ഇപ്പം നമ്മൾ സാറ് തന്നെ വിഭാവന ചെയ്ത ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളത് അല്ലേ? വളഞ്ഞു പിടിക്കാൻ നമ്മുടെ അവിടെ എന്ത് പറമ്പും വേലിയൊന്നും കെട്ടാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. അക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും അതിൽ ഒന്ന് ഇപ്പോൾ ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിക്ക് ചുറ്റുമുള്ള ഭൂപരിതരേഖയ്ക്ക് മുകളിലുള്ള ഭാഗം അത് വളഞ്ഞു പിടിച്ച് വച്ചിരിക്കുകയാണ്. അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും കുറച്ച് ഭാഗമായിട്ട് പിരിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർവൈവൽ ഓഫ് ദ ആണ് അത്. ഇപ്പം നിങ്ങളത് സാറ്റലൈറ്റ് നിർമ്മിച്ച് അവിടെ ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാം. ടെലികമ്മ്യൂണിക്കേഷനിൽ ITU-യിലൊക്കെ പോയിട്ട് ആ ഓർബിറ്റൽ സ്ലോട്ട് അലൊക്കേഷൻ വാങ്ങിച്ച് ഈ കൃത്യസമയത്തിനുള്ളിൽ അവിടെ വിക്ഷേപിച്ചാൽ അത് നിങ്ങളുടേതാണ്. പക്ഷെ അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് വിക്ഷേപിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് യൂസ് കേസായിട്ടത് ഈ രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ലോഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 3 ഒക്കെ വർഷം എടുക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെ. അതുപോലെ ഒരാൾ ഇപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ആൾ ഉപഗ്രഹം വിക്ഷേപിച്ച് നശിച്ചു പോയാൽ അടുത്ത അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് അക്വയർ ചെയ്യാം, റൈറ്റ്സ് അക്വയർ ചെയ്യാം. എല്ലാ രാഷ്ട്രത്തിനും സ്വന്തമായിട്ട് ചില സ്ലോട്ടുകൾ ഗ്ലോബലി അത് എഗ്രി ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങളുടെ സ്ലോട്ടാണ്, വേറെ ആർക്കും അത് ഒക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പല ലീഗൽ പ്രൊസീജിയറൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ താഴെ നിലയിലുള്ള ഉപഗ്രഹ ഭ്രമണപഥങ്ങളിൽ അത്തരം പ്രോസസ്സ് ഇല്ല. ഇപ്പോൾ എലോൺ മസ്ക് 10,000 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നു. അത് അദ്ദേഹത്തിന് ഒരു ഫയലിങ്ങിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റു രാഷ്ട്രം രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അവൻ രണ്ടാമതായി പോകും. ഇപ്പോൾ തുടക്കത്തിൽ ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലൊരു വലിയ മത്സരം പോലെ ഉണ്ടായിരുന്നു. അതെ. അങ്ങനെ ഇപ്പോൾ ഒരു ബഹിരാകാശ ഭീമൻ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഇപ്പോഴും നടക്കുകയാണല്ലോ. അമേരിക്കയും റഷ്യയും തമ്മിലല്ല, ഇപ്പൊ രാഷ്ട്രങ്ങൾ തമ്മിലല്ല, ഇപ്പൊ കോർപ്പറേറ്റുകൾ തമ്മിലാണ്. പക്ഷെ കോർപ്പറേറ്റുകളുടെ പുറകിൽ രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രങ്ങൾ ആസ് നാഷണൽ എൻറ്റിറ്റീസ് അല്ല ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഗ്ലോബൽ ബിസിനസ്സിന് ഇപ്പം നാഷണൽ ബൗണ്ടറി ഇല്ല, അതൊരു രാഷ്ട്രത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എലൺ മസ്കിന് സ്റ്റാർലിങ്ക് ഒരു അമേരിക്കൻ കോൺസ്റ്റലേഷൻ ആണെങ്കിലും അതിൻ്റെ യൂസ് ഇന്ന് ഗ്ലോബലാണ്. അതിപ്പോൾ ഇന്ത്യയിൽ സർവീസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഉക്രൈനിലും മറ്റു വാർ ഏരിയകളിലും അത് സിവിലിയൻ ആണെങ്കിലും യൂസ്ഫുൾ ആകുന്നു. അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിലും ഷിപ്പിംഗ് ലൈനുകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു, സർവിലൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതൊരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ചൈനയും ഇപ്പോൾ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു നാഷണൽ സ്റ്റേറ്റ് എന്ന നിലയിൽ എങ്ങനെ ഗ്ലോബൽ സർവീസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു വേറെ മോഡലാണ് ഇന്നത്. സുനിത വില്യംസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, നമുക്കൊരു വനിതാ ഓസ്ട്രോനോട്ട് എന്നായിരിക്കും ഉണ്ടാകുക? എന്ന് വേണമെങ്കിലും ഉണ്ടാവും. അതിനുള്ള ശ്രമമുണ്ടോ? അതിനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കാരണം അതിനു മുമ്പ് നമ്മൾ ഗഗൻയാൻ സ്വന്തമായിട്ട് നടത്തണ്ടേ? പക്ഷെ അൺമാൻഡ് മിഷനും നടന്നില്ലല്ലോ. നടക്കും. അതുപോലെ ഗഗൻയാൻ 2027 എന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല, ഞാനിപ്പോൾ ഡേറ്റുകളെ കുറിച്ച് സംസാരിക്കാറില്ല. കാരണം അത് എൻ്റെ ഒരു റോളിൽപ്പെട്ട ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ എന്ന് നടക്കുമെന്നുള്ളത് ഇന്നത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അൺമാൻ മിഷൻ ഇപ്പോൾ നടക്കാം, ഉടനെ നടക്കേണ്ട കാര്യമുണ്ട്. അത് 2 3 അൺമാൻ മിഷനുകൾ നടക്കണം. ഗഗൻയാൻ 27 നടക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അത് നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എത്ര ഭാഗത്തിൽ നേടുന്നു എന്നുള്ളതാണ്. കാരണം അൺമാൻ മിഷനുകളുടെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISROയിൽ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ 1000-ലധികം ആൾക്കാർ, ചിലപ്പോൾ 1000-ഓളം പേര് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും ISROയിൽ തന്നെ 8,000-ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അവരെ എല്ലാം അൺനോൺ അറിയപ്പെടാത്ത ആൾക്കാർ പോലും ഇതിൻ്റെ പിന്നിൽ വളരെ സമർപ്പിത സേവനം നടത്തും. പക്ഷേ അവിടെ എല്ലാം ഒരു ടീം ലീഡർ, ഈ ഒരു ഇപ്പോൾ സാർ എപ്പോഴും പറയാറുണ്ട്, ഒരു വിക്ഷേപണം വിജയമാകുമ്പോൾ പറയും ഇതൊരു ടീം വർക്കാണ്, ടീമിൻ്റെ ലീഡർ മാത്രമാണ് ഞാൻ. പക്ഷേ ആ ഒരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ലീഡറുടെ ആ ഒരു മാജിക് ഉണ്ട്. അതെന്തായിരുന്നു സാറിൻ്റെ USP എന്തായിരുന്നു? ഞാനും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ബോസുകാരിൽ നിന്ന്, എൻ്റെ മെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ചതാണ് പലതും. കാരണം ഞാനും ഒരു എൻജിനീയറായിട്ട് ഇവിടെ വന്നു. പക്ഷേ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അവനവൻ്റെ മേഖലയിലുള്ള മാസ്റ്ററിയാണ്. അത് എന്താണോ ചെയ്യുന്നത് അതിനുള്ളിൽ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ട് ആവണം. അതിൽ പെരിഫറൽ നോളജ് ഉണ്ടെങ്കിൽ ഒരാളും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഫസ്റ്റ് ക്വാളിറ്റി ഇൻഡെപ്ത് ആയിട്ട് ഏതെങ്കിലും മേഖലയിൽ, എല്ലാ മേഖലയിലും നിങ്ങൾക്കാവില്ല. രണ്ടാമത്തെ വേണ്ടത് ഈ ഇൻഡെപ്ത് നോളജ് ഉള്ളപ്പോൾ തന്നെ മറ്റു പല മേഖലകളിലും നിങ്ങൾ അറിവുണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ആ മേഖലകളും ഈ മേഖലയും നിങ്ങളുടെ പ്രധാന മേഖലയുമായിട്ട് ബന്ധിക്കാനും അവയെ കണക്ട് ചെയ്യാനും അത് തമ്മിലുള്ള ഒരു
അറിയാത്തൊരു നൂൽബന്ധമുണ്ട് ഇവയെല്ലാം തമ്മിൽ. കാരണം ഇതെല്ലാം ചേർന്നാലേ നമുക്ക് അപ്പോൾ എങ്ങനെ ഇത്തരം ബന്ധങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു രണ്ടാമത്തെ തലത്തിലുള്ള അവയർനെസ്സിലേക്ക് എത്തണം. ഏതൊരു ലീഡറും എത്തേണ്ടതാണ്. മൂന്നാമത്തെ ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യബന്ധമാണ്. കാരണം ഇതാ ഫൈനലി ഇരിക്കുന്ന ആളുകളെല്ലാം മനുഷ്യരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരെല്ലാം മെഷീനുകളൊന്നുമല്ല. അപ്പോൾ അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അവരുടെ എല്ലാ വീക്ക്നെസ്സുകളും എല്ലാ സ്ട്രെങ്ത്തുകളും മനസ്സിലായിക്കൊണ്ട് അവരെ എൻകറേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ദൗർബല്യങ്ങളുണ്ട്, എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്. എല്ലാവരും ടോപ്പ് സയൻറ്റിസ്റ്റുകളൊന്നും അല്ല. എല്ലാത്തരം ക്വാളിറ്റികളുള്ള ഒരുപാട് തരം ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഓരോ കാര്യത്തിനും വേണ്ട ഓരോരുത്തരെ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന ആൾക്ക് മാത്രമേ ലീഡറാകാൻ പറ്റൂ. തൻ്റെ കൂട്ടത്തിലുള്ളവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ്സുകളെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യം ഉണ്ടാവണം. അവരെല്ലാം ഒരേ തരത്തിൽ പെടണമെന്നും ഇയാൾ മറ്റൊരാളെക്കാളും ബെറ്റർ ആണെന്നും പറഞ്ഞാൽ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഓരോരുത്തരും അവനവൻ്റെ കഴിവിൽ ഏറ്റവും ടോപ്പാണ്. അത് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾക്കേ ഒരു പ്രോപ്പർ ലീഡറാകാൻ പറ്റൂ. അവസാനത്തെ ഏറ്റവും പ്രധാനമെന്ന സ്വയം ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു പാഷനാണ്. നിങ്ങൾ ആ പാഷൻ ഇതിനുള്ളിൽ സ്പ്രെഡ് ചെയ്യണം. അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുക? ഒരു പാഷൻ ഒരു ലീഡർ സ്പ്രെഡ് ചെയ്യുക, അത് സെൽഫ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്, അത് കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ്. അതെങ്ങനെ നിങ്ങൾ മറ്റൊരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നിങ്ങളുടെ ഐഡിയ അവരുടെ ഐഡിയ ആക്കി മാറ്റണം. അവരെ ആ ഐഡിയ എൻ്റെ ഐഡിയ ആണെന്ന് വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പം താങ്കൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല, എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഐഡിയ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ ആക്കി മാറ്റുക? അതിന് അവരുമായിട്ട് തുടർച്ചയായിട്ട് സംസാരിക്കണം, സംവദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ പുതിയ മേഖലകൾ കണ്ടെത്താനും എന്തുകൊണ്ട് നിൻ്റെ റോൾ ഇതിനകത്ത് പ്രധാനമുള്ളതാണെന്ന് അവരെ തുടർച്ചയായിട്ട് ഓർമ്മിപ്പിക്കുകയൊക്കെ വേണം. ഇതൊരു വലിയ പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടാണ്. ഡോക്ടർ അബ്ദുൽ കലാമുമായിട്ട് അടുത്തിടപെടാൻ അവസരം ലഭിച്ചിരുന്നല്ലോ അല്ലേ? അടുത്തിടപഴകുക എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കാം. അദ്ദേഹത്തെയായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ISRO ജോയിപ്പോൾ തന്നെ ഇവിടുന്ന് പോയിരുന്നു. പക്ഷേ അതിനുശേഷം പല പ്രാവശ്യം കാണാനും അദ്ദേഹമായിട്ട് സംസാരിക്കാനും, പ്രത്യേകിച്ചും എന്നെ ഒരു റോക്കറ്റ് ലോഞ്ച് GSLVയുടെ വിക്ഷേപണ പരാജയം അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യാനും പ്രസിഡന്റിന് ശേഷം പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേ എന്താണ്, മെത്തേഡ് എന്താണ്, ഡൈനാമിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സാറ് വർക്ക് ചെയ്തിട്ട് വിരമിച്ചെങ്കിലും ISROയുടെ കാര്യങ്ങളിലെല്ലാം വളരെ നിരീക്ഷണത്തോടെ അല്ലെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 2 പരാജയങ്ങളാണ് തുടർന്നുണ്ടായത്. അതെ, എന്തായിരിക്കും? അപ്പോൾ ആ പരാജയങ്ങൾ ഇപ്പോൾ PSLVയുടെ പരാജയത്തെക്കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, PSLV കഴിഞ്ഞ 2 വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ അതിനെ നോക്കാനായിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ഒരു അംഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ വൈസ് ചെയർമാനായിട്ട്. അപ്പോൾ ഞങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ISROയിലുള്ള ആളുകൾ തന്നെയാണ് അതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ അവരുടെ കണ്ടുപിടുത്തങ്ങളെ അനലൈസ് ചെയ്യാനും അതെന്താണ് കറക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാനും ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ഓവർകം ചെയ്യും എന്താണ് സംശയം? എൻ്റെ അഭിപ്രായത്തിൽ വലിയ തകരാറുകളൊന്നും ഇല്ല. എസെൻഷ്യലി ഞാൻ പറഞ്ഞാൽ, സമ്മറിയിൽ പറഞ്ഞാൽ വലിയ തകരാറുകളൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചെറിയ കാര്യങ്ങളും സ്പേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വളരെ നിസ്സാരമാണെന്ന് കാണുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യങ്ങളിൽ അല്പം കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അത് തിരിച്ചു വരാം. അങ്ങനെ വലിയ PSLVക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അപ്പോൾ സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഇപ്പം ഒരുപാട് വളരെ വിജയ മുഹൂർത്തങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒന്ന് ചന്ദ്രയാൻ 3. ലാൻഡറിന് സുഖമാണോ? ലാൻഡർ സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നു. ചന്ദ്രനിൽ ഉറങ്ങിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു കഥയല്ലേ 14 ദിവസത്തിന് ശേഷം ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അതെ അതെ. അല്ല, അന്നത്തെ ആ ഒരു വിജയം, അന്നേരം ആ ഒരു നിമിഷത്തെ സാർ എങ്ങനെയാണ് കണ്ടത്? ഭയങ്കരമായിട്ട് എങ്ങനെയാണ് വ്യക്തി എന്നുള്ളതിൽ? അതൊരു ഒരു സർപ്രൈസ് ആയിരുന്നില്ല എനിക്ക്. അതിനകത്ത് പല തലങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ വിക്ഷേപണ വിജയം. റോക്കറ്റ് എന്ന നിലയിൽ GSLV Mark 3 അതിനെൻ്റെ ഒരു ബേബി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോടൊരു വിക്ഷേപിച്ച് അവിടെ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം. ലാൻഡിങ് എന്നുള്ളത് മറ്റൊരു തലം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് നേടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ചന്ദ്രയാൻ 2 ഫെയിലായെന്നും അതെങ്ങനെ ചന്ദ്രയാൻ 3 റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ബോധ്യം, അതിന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ അവലോകനം, അതിൽ ഈ പറഞ്ഞ പോലെയുള്ള ടെക്നോളജിക്കൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, പേഴ്സണൽ
വ്യക്തിപരമായ കാര്യങ്ങളിലും അതുപോലെ നമ്മൾ ലോജിക്കൽ പ്രോസസ്സുകളിലുണ്ടായ തകരാറുകൾ എന്തൊക്കെയുണ്ടെന്ന് ഇതായിരുന്നു എൻ്റെ ഒരു ചിന്ത മാത്രം. ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അതിനുള്ളിൽ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനല്ല ചെയ്തെങ്കിലും ചെയ്യുന്ന ആളുകളുടെ ഉള്ള ഇൻപുട്ടുകൾ ബേസ് ചെയ്തുകൊണ്ട് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് വിജയകരമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലായിരുന്നു. അതുകൊണ്ട് ആ മൊമെൻറ്റിനെ എൻജോയ് ചെയ്യുന്നതിൻ്റെ അപ്പുറം ലാൻഡിങ്ങിൻ്റെ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കാലയളവിലൊരു വാർത്ത സാറ് തന്നെ പുറത്തുവിട്ടതാണ്. ഈ സാറിന് അന്നൊരു അസുഖം നിർണ്ണയമുണ്ട്, ക്യാൻസർ ബാധിച്ചു. അതുവരെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ചന്ദ്രയാൻ 3യുടെ സമയത്ത് എനിക്കത് അറിയത്തില്ലായിരുന്നു. ചന്ദ്രയാൻ 3 കഴിഞ്ഞ് വളരെ ഉടനെ തന്നെയായിരുന്നു ആദ്യത്തെ L1 ലോഞ്ച്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതാണ് പ്രശ്നമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് റിവീലായ ചന്ദ്രയാൻ ആദ്യത്തെ L1 ലോഞ്ചിൻ്റെ ദിവസമാണ്. ഞാനതിനു മുമ്പ് പല ടെസ്റ്റുകളൊക്കെ ചെയ്തെങ്കിലും എനിക്ക് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. സ്ഥിരം എൻ്റെ വയറ്റിൻ്റെ അപ്സെറ്റ്, അമീബിയ, ഇൻഫെക്ഷനൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഞാൻ ആദ്യത്തെ L1 സമയത്താണ് ഞാൻ പോയി സ്കാൻ ചെയ്തത്. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഞങ്ങളുടെ ISROയുടെ ശ്രീഹരിക്കോട്ടയുള്ള ഒരു ഹോസ്പിറ്റലിൽ വെളുപ്പിന് പോയി ലോഞ്ചിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് മുമ്പ് ഞാൻ പോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പ്രശ്ന കേസാണെന്ന്. അപ്പോൾ ലോഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷൻ നടത്തിയപ്പോഴാണ് അറിഞ്ഞത്. പിന്നീട് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ അത് ചെയ്തു. ക്യൂർഡായി ക്യൂർഡായി എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ കണ്ടെടുത്ത ഭാഗം ആ പാർട്ട് ഓഫ് ദ സ്റ്റോറി ഈസ് ഓവർ. ഇനി അടുത്ത സ്റ്റോറികൾ വരുമ്പോൾ അപ്പോൾ നോക്കാം. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫിലോസഫി എന്താണ്? ജീവിതം എന്നും ഒരു പുതിയ കാഴ്ചകൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ എന്നും വെച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടേതായ റോളുണ്ട്. നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാത്ത ഒരു സാധനം നമ്മുടെ മുമ്പിലും അത് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഹോംവർക്ക് ചെയ്യണം. നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വായിക്കുന്നുണ്ട്. ഈ വായന കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ AI കുറിച്ച് വായിക്കും, ടെക്നോളജിയെക്കുറിച്ച് വായിക്കും, ബയോടെക്നോളജി. കഴിഞ്ഞ ദിവസം ഞാൻ ബ്രെയിനിനെ കുറിച്ചാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്പേസ് ടെക്നോളജിയെക്കുറിച്ച് വായിക്കും, പല ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യും. ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നല്ല ഞാൻ ആലോചിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ലൈഫിൽ നമുക്ക് ഇത് അറിയാനും എൻജോയ് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയുന്ന ഈ ബ്ലെസ്സിങ് എവിടെ നിന്ന് കിട്ടും? അറിയാൻ ശ്രമിക്കുന്ന ഒരു ലഹരിയാണ്. അപ്പോൾ ആ ഒരു ലഹരി, ആ ഒരു കിക്ക് ഭയങ്കര വലുതാണ്. ഓരോ പുതിയ കാര്യങ്ങൾ അറിയുമ്പോഴും ശരിക്കും ഞാൻ കണ്ണടച്ച് കുറച്ചു നേരം പ്രാർത്ഥനാ നിരതനാകുകയോ കരയുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു ആനന്ദം അതിൽ വളരെ വലുതാണ്. ആ ആനന്ദത്തിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം. ചിലപ്പോൾ ഒരു അസൈൻമെൻറ്റ് വന്നേക്കാം, ചിലപ്പോൾ ഒരു റോൾ പ്ലേ ചെയ്യാൻ കഴിഞ്ഞേക്കാം, ചിലപ്പോൾ അതൊരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടായേക്കാം, രാഷ്ട്രത്തിനോ വ്യക്തിപരമായോ. അതൊരു സെക്കൻഡറി പാർട്ടാണ്. ലൈഫ് ഉള്ള സമയത്ത് നമുക്ക് മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമാണ്. അത് പുസ്തകവായനയിലാകാം, യാത്രയിലാകാം. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ എൻജോയ് ചെയ്യാണ് ഈ മൊമെൻറ്റ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഗോളിന് വേണ്ടിയിട്ടല്ല താങ്കളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ജോയ് ഉണ്ട്. ആ ജോയ്ക്ക് വേണ്ടിയിട്ടാണ്. വിക്ഷേപണ സമയത്ത് ഒരു ടെൻഷനുണ്ടോ? ദൈവമേ എന്ന് വിളിക്കൂ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ടെൻഷനല്ല, ദൈവത്തെ വിളിക്കുന്ന ടെൻഷൻ വേണ്ടല്ലോ. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ ദൈവത്തെ വിളിക്കണ്ടേ? എല്ലാവരും പറയുന്നത് തിരിച്ചാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അത്. കാരണം ദൈവം എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം ഒരു സ്പിരിച്വൽ പ്രോസസിനെ കുറിച്ചോ ബോധമുള്ള ഒരാൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിരിക്കുമ്പോഴാണ് അത് റിമെമ്പർ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഈ ഹാപ്പി ആവാനും ഇന്നത്തെ അവസ്ഥയിലെത്താനും പറ്റിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിനുള്ള നന്ദിയാണ് പറയേണ്ടത്, അല്ലേ? അപ്പോൾ ഇഷ്യൂവിൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാറൊന്നുമില്ല. കാരണം നമ്മുടെ ഉത്തരവാദിത്തം മറ്റൊരു തലയിൽ താങ്ങി വയ്ക്കാൻ വേണ്ടി പോകുന്നതിനെയാണ് അത്തരം സ്വഭാവം കാണിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ നോക്കേണ്ട കാര്യം സോൾവ് ചെയ്യണം. ആരും വന്ന് സോൾവ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ശ്രീഹരിക്കോട്ടയിലൊക്കെ വിക്ഷേപണത്തിന് തൊട്ട് മുമ്പ് ഇരിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന വിഷ്വൽസ് പലപ്പോഴും കണ്ടു. ഞാൻ അവിടെ വന്നിട്ടുമുണ്ട്. അന്നേരമൊക്കെ ഈ ഒരു പിരിമുറുക്കം ഉണ്ടാവാറില്ല. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയല്ലേ ഈ കാരണം റോക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. അതിന് മുമ്പ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ ഇരുന്നൊന്നും ചെയ്യാനില്ല. അവിടെ ചെയ്യാനുള്ള എന്താണ്, റോക്കറ്റ് വിക്ഷേപണത്തിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ആ റോക്കറ്റ് വിക്ഷേപണം ഓതറൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കെയർഫുൾ ആയിട്ടാണോ ചെയ്തത്? അതിൽ ഏതെങ്കിലും അനാവശ്യമായ ഓവർസൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? അറിയുണ്ടായിട്ടുണ്ടോ? ഡിസിഷൻ മേക്കിങ്ങിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇപ്പോൾ ഡേറ്റ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡേറ്റകളിൽ അനലൈസ് ചെയ്യപ്പെടുന്നതിൽ ഏതെങ്കിലും ഇൻപുട്ടുകൾക്ക് പ്രോബ്ലം ഉണ്ടോ?
ഇത് കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് ടീമുണ്ട്. അപ്പോൾ അവിടെ ആ ടീമുകളെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടും. അതനുസരിച്ച് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസിഷൻ എടുക്കണം. അങ്ങനെയാണ് നമ്മൾ GSLV മാർത്തിയുടെ ചന്ദ്രയാൻ 2 വിക്ഷേപണം മാറ്റിവെച്ചത്. അപ്പോൾ അത്തരം ചുമതലകൾ ആ സമയത്തുണ്ട്. അത് ലോഞ്ചിന് തൊട്ട് മുമ്പാണ്. ലോഞ്ചിന് ശേഷം പിന്നെ ഉള്ളത് നമുക്കൊരു ആങ്സൈറ്റി ഉണ്ട്. കാരണം അത് എല്ലാ സ്റ്റേജും പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇപ്പോൾ ഓരോ സ്റ്റേജ് ഫംഗ്ഷൻ ചെയ്യുമ്പോഴും നമ്മൾ കൈയടിക്കും, ആളുകൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആ സമയത്ത്. പക്ഷെ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടാത്ത സമയത്ത് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ലോകം AI പുറകെയാണ്. AI ഈ ബഹിരാകാശ മേഖലയിൽ ഏത് രീതിയിലാണ് ഗുണം ചെയ്യുന്നത്? ഒരുപാട് ഗുണമുണ്ട്. കാരണം AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരുടെ എംപ്ലോയ്മെന്റ് നഷ്ടപ്പെടും. അത് തെറ്റായ ധാരണയാണ്. ബഹിരാകാശത്ത് പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ആസ്ട്രോണോട്സ് മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, AI റോൾ എന്താണ്? എസെൻഷ്യലി ഡേറ്റ ഉപയോഗിച്ചിട്ട് ഇന്റലിജൻസിനെ ഉണ്ടാക്കുക. അതാണ് അതിൻ്റെ എസെൻഷ്യൽ. ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇന്റലിജൻസ് ഉണ്ടാകാം. പാറ്റേണുകൾ മനസ്സിലാക്കുക. അത് സ്പേസിൽ ഏറ്റവും അധികം ഉപയോഗിക്കാം. പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷനിൽ, റിമോട്ട് സെൻസിങ്ങിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ, കൺട്രോൾസിൽ, മാനുഫാക്ചറിങ്ങിൽ, അതിൻ്റെ ഓട്ടോമേഷനിൽ, ഇതിലൊക്കെ AI ഉപയോഗം ഒരുപാടുണ്ട്. അപ്പോൾ AI റോള് സ്പേസിൽ ഇപ്പോൾ കൂടി വരികയാണ്. AI ബേസ്ഡ് പ്രോസസ്സിങ്, ഡാറ്റ സ്റ്റോറേജ്, ഫാസ്റ്റർ ക്വറി, അതുപോലെ ഓട്ടോമേഷൻ ഇൻ ഓപ്പറേഷൻസ്, ഇതെല്ലാം AI കൊണ്ട് വരുന്ന പ്രോസസ്സുകളാണ്. എനിക്ക് തോന്നുന്നത് ജോബ് എന്ന് പറഞ്ഞാൽ ഈ പേടി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരെ റിവേഴ്സ് ചെയ്യും. കാരണം ഏതൊരു പുതിയ ഡിസ്റപ്റ്റീവ് ടെക്നോളജി വരുമ്പോഴും ഇമ്മീഡിയറ്റായിട്ട് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവും, വിസിബിളായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം പലരും പറയുന്നത് 10 പേരുടെ ജോലി കഴിഞ്ഞ ദിവസം ഒരു ഏജന്റിക് AI കൊണ്ടുണ്ടാക്കിയപ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ട് 10 പേരുടെ ജോലിക്ക് ഈക്വൽ ഏജന്റിക് AI ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് സംഭവിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മനുഷ്യരുടെ ജോലി കുറയ്ക്കുക എന്നുള്ളതാണ് ടെക്നോളജിയുടെ ഉദ്ദേശം. അല്ലാതെ മനുഷ്യർക്ക് കൂടെ ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നല്ല ടെക്നോളജിയുടെ ഉദ്ദേശം. എന്താണ് ടെക്നോളജി ഉദ്ദേശം എന്നുള്ള ഫണ്ടമെന്റൽ ചോദ്യത്തിന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്താണ് നമ്മുടെ ടെക്നോളജിയുടെ പ്രധാന ഗുണം? മനുഷ്യ ജീവിതത്തെ ഈസി ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യജീവന് കൂടുതൽ പണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല ടെക്നോളജിയുടെ ഗുണം. മനുഷ്യർ പണി ചെയ്യാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇപ്പോൾ ഞാൻ പറയാം, ഹാർഡ് വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കുക. ഹാർഡ് വർക്ക് ചെയ്യാതെ പണം ഉണ്ടാക്കിയാലോ? ഏതാ നല്ലത്? ഹാർഡ് വർക്ക് ചെയ്യാതെ ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ കുറഞ്ഞ സമയത്തിൽ പണിയെടുക്കുകയും കൂടുതൽ സമയം എക്സ്പ്ലോറേഷനും മനസ്സിലാക്കാനും എന്റർടൈൻമെന്റിനും ചിലവാക്കാനും കഴിയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കുക. അതാണ് ടെക്നോളജിയുടെ ഗോൾ. ടെക്നോളജിയുടെ ഗോൾ അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രെയിനിൽ സ്പീഡിൽ പോകുന്നതും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതും അമേരിക്കയിൽ എത്താനെന്ന് വെറും 12 മണിക്കൂർ കൊണ്ട് പറ്റുന്നത്. പണ്ട് 6 മാസം 1 കൊല്ലം കൊണ്ട് യാത്ര ചെയ്യുന്നത് ഇന്ന് അത്രയും പോകുമ്പോൾ അത് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ടെക്നോളജിയുടെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെക്നോളജിയും ഒരു സൊസൈറ്റിയെ ഡാമേജ് ചെയ്യുന്നതായിട്ട് കാണരുത്. പക്ഷേ അതിന് ഡാമേജ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടെക്നോളജിക്കും അതിൻ്റെതായ പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് മനുഷ്യ ഇൻ്റലിജൻസിനുണ്ട്. സാറ് പാട്ട് ഇഷ്ടപ്പെടുകയും സംഗീതം കേൾക്കുകയും ഡാൻസ് ചെയ്യുന്നതൊക്കെ ചില വിഷ്വൽ കണ്ടിട്ടുണ്ട്. അത് ഏതവസരങ്ങളിലാണ്? ഇതുപോലെ ഹാപ്പി മൊമെന്റിലാണോ? ഹാപ്പിനെസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണോ അതോ തന്നെ വരുന്നതാണോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽഫ് ക്രിയേഷൻ ആണല്ലോ. നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതെ. അത് നമ്മളുടെ ഒരു സൈക്കോളജിയുടെ ഭാഗമാണ്. നമ്മൾ എങ്ങനെയാണ് ഹാപ്പി ആകുക എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങളുടെ മെഷേഴ്സ് ഫിക്സ് ചെയ്യണം. എന്താണ് നിങ്ങൾ ഹാപ്പിനെസ്സിൻ്റെ ഇൻഡിസസ് എന്താണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ഇൻഡെക്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ ചിലപ്പോൾ പാട്ടുന്നതിൽ സന്തോഷമുണ്ട്, ഡ്രൈവ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, വായിക്കുന്നതിൽ സന്തോഷമുണ്ട്, ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിൽ സന്തോഷമുണ്ട്, വെറുതെ ഇരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ചോദിക്കുക, മലയാളത്തിൽ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. ഈ തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിൻ്റെ രഥമല്ല, സൂര്യകിരീടം വീണുടഞ്ഞു. സാറിന് ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കരമായിട്ട് പാട്ടുകളുടെ തലമുറ പല പാട്ടുകളുടെ തലമുറ മാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീട്ടിലും കുടുംബത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് ചർച്ച ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വൈഫായിട്ട് സംസാരിക്കുന്നത് പാട്ടുകൾ. നമുക്കിത് വല്ല ഇപ്പോൾ ജയകുമാർ ഗാനരചയിതാവാണല്ലോ. അദ്ദേഹം പലപ്പോഴും വയലാറിൻ്റെ കൃതികളെക്കുറിച്ച് അനലൈസ് ചെയ്ത് പാട്ടുകളെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോകൾ കാണാറുണ്ട്. എങ്ങനെ ഓരോ കൃതികൾ അതുപോലെ മനോഹരമായ ബിംബങ്ങളെ ക്രിയേറ്റ് ചെയ്യാനും ചിന്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നറിയ കുറിച്ച്. നമ്മൾ വന്ന ഒരു തലമുറയിലാണ്. ആ തലമുറയിൽ അത്തരം ഗാനങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഇന്നത്തെ പാട്ട് നോക്ക്, വ്യത്യസ്തമായ രീതിയിലാണ് പാട്ടുകൾ എഴുതുന്നത്. അപ്പോൾ അവൾ പറയുന്നു അതിനകത്തും ഇന്നത്തെ തലമുറയ്ക്ക് ചേരുന്ന വരികളുണ്ടല്ലോ എന്നാണ്. അപ്പോൾ
നമ്മളിപ്പോൾ ജീവന നൗകയുടെ കാലത്തുള്ള പാട്ട് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളെ തലമുറ ജീവനൗക കഴിഞ്ഞിട്ടുള്ള തലമുറയായതുകൊണ്ട് എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല. ഓക്കെ, എൻ്റെ അമ്മ പാടിക്കൊണ്ടിരുന്നു മന്നിക്ക് മരം പാരമ മരത്തിക്കിലെ പാരമ എന്നുള്ള അന്നത്തെ മലയാളം വരുന്നതിന് മുമ്പുള്ള തമിഴ് പാട്ടുകളാണ്. അത് അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. കൊടിക്ക് തായ് പാരമ പെട്ടെടുത്ത കുളന്തൈ താക്കി പാരമ, അന്നത്തെ വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അത് ജീവനലകയിൽ ഞാനും കണ്ടിട്ടുണ്ട്. ജീവനലക വരുമ്പോൾ വേറൊരു തരത്തിലുള്ള പാട്ടുകളാണ്. അപ്പോൾ കവികൾ വളരെ ഭാവനയോടുകൂടി എഴുതിയാന്ന് ആയിക്കോട്ടെ, പക്ഷെ അതൊരു തലമുറ മാറ്റത്തിന്റെ ഭാഗമാണ്. സാഹിത്യത്തിനും അത്തരം തലമുറ മാറ്റത്തിന്റെ ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതത്തിനും മാറ്റമുണ്ടാവണം. അതുകൊണ്ട് ഒന്നാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പാട്ട് എന്നൊന്നും എനിക്ക് ഇതില്ല. കാലം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കണം. കാരണം ഇത് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. ലോകം 100 വർഷം കഴിയുമ്പോൾ എവിടെ നിൽക്കും? ഇന്ത്യ എവിടെ നിൽക്കും? ലോകം എവിടെ നിൽക്കും, ഇന്ത്യ എവിടെ നിൽക്കും എന്നുള്ളതെല്ലാം ഓരോരുത്തർ ഇന്നത്തെ നിങ്ങളുടെ കയ്യിലാണ്, ഇന്നത്തെ തലമുറയുടെ കയ്യിലാണ് ആ തീരുമാനം. നമ്മൾ എവിടെ നിൽക്കണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അതിന് പലതരം ആൻസറുകളുണ്ട്. ഒന്ന് ഒരു പൊളിറ്റിക്കൽ ആൻസർ, ഒരു ടെക്നോളജിസ്റ്റിൻ്റെ കയ്യിലുള്ള ആൻസർ, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ കയ്യിലുള്ള ആൻസർ, ഒരു വിദ്യാഭ്യാസ കാര്യത്തിൻ്റെ ആൻസർ. ഇത് രണ്ടും പല ആൻസറുകളാണ്. ഇപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ ആൻസർ നോക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഭാരതം ഉയർന്നു വരേണ്ട ആവശ്യമുണ്ട്. നമ്മളിന്ന് ഈ ലോകത്തിൻ്റെ ഭാഗതയെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ മൈൻഡ് സെറ്റുള്ള ഒരു രാഷ്ട്രം നമ്മളുണ്ടാവണം. അതായത് മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറണം. നമ്മൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് മാറണം. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ സമാധാനവും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇല്ലാതെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക് പ്രോഗ്രസ് അതിൻ്റെ അകത്തൊരു ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകണം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകാതെ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവില്ല. എങ്ങനെ ടെക്നോളജി പ്രോഗ്രസ് ഉണ്ടാവും, അതെങ്ങനെ നമ്മൾ ലീഡറായിട്ട് മാറും, അതിന് നമ്മുടെ പ്രവർത്തനം മുഴുവൻ വിദ്യാഭ്യാസ ഇൻഡസ്ട്രി മേഖലയിലാവണം. പ്രൊഡക്ഷനും നോളജ് ക്രിയേഷനിലൂടെ മാത്രമേ ഇനി എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. വെറും ട്രേഡിലൂടെ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ നോളജ് ഗ്രോ ചെയ്യണം. അതെങ്ങനെ സെൽഫായിട്ട് പുതിയ നോളജുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രം മാറും. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെയും മാറ്റം ഉണ്ടാവണം. നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ വലിയ നോളജ് സൊസൈറ്റി ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ലീഡിങ് നോളജ് സൊസൈറ്റി അല്ല. എങ്ങനെ അതിനെ തിരിച്ച് ആ നോളജ് സൊസൈറ്റി നമ്മുടെ എന്തെങ്കിലും കഴിവ് കുറവുകൊണ്ടല്ല അതല്ലാതായത്, അതൊരു സൊസൈറ്റൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടായി മാറിയതാണ്. അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ, വിദ്യാഭ്യാസ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയ ഗവേണൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നാളെ എങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നത്. ഇത് ഒരു രാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ലോകത്തെക്കുറിച്ചും പറയാം. ഇപ്പോൾ ലോകത്തിൻ്റെ ഓർഡർ മാറുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് എത്രമാത്രം ഇന്നെഫക്റ്റീവ് ആണെന്ന് നമുക്കറിയാം. വാറുകൾ നടക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇതെങ്ങനെ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു സൊസൈറ്റി ആണോ ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഉള്ളൊരു സൊസൈറ്റി ആണോ ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തർക്കങ്ങളുണ്ട്. വളരെ സമാധാനവും സന്തോഷമുള്ള ഒരു ലോകത്ത് പുതിയ വികസനങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് അറിയാമല്ലോ. കോൺഫ്ലിക്റ്റുകളാണ് ഒരു ടെക്നോളജി ഗ്രോത്തിനെയും ഒരു സൊസൈറ്റിയുടെ ഗ്രോത്തിനെയും ഡ്രൈവ് ചെയ്യുന്ന ഒരു ഘടകം. അപ്പോൾ പലതരം കാഴ്ചപ്പാടുകളുണ്ട് ഇതിനകത്ത്. ഇതൊരു ഫിക്സ്ഡ് സാധനമൊന്നുമല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പം സാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലാണ് പഠിപ്പിക്കുന്നത്. അതെ. ഇപ്പോൾ കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് IIST ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ വളരെ കുറവാണ്. ബീഹാർ പോലുള്ള സ്ഥലങ്ങൾ, ആന്ധ്ര, അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ ഇത്രയും പ്രത്യേകിച്ച് VSSC പോലൊരു സ്ഥാപനമൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു കുറവ് വരുന്നത്? പല കാര്യങ്ങളും അത് ഒരു പഴയ കാലത്ത് നമുക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസത്തിൽ പുറകിലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം അവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്ന് ഒരുപാട് ബാക്ക്വേർഡ്നെസ് ഉണ്ടെങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസം തേടുക എന്നുള്ളത് ഒരു സാമൂഹിക ഗോളായിട്ട് പല സംസ്ഥാനങ്ങളും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെയെല്ലാം ഉന്നത വിദ്യാഭ്യാസം എത്തിക്കാനായിട്ട് അച്ഛനമ്മമാർ അവരുടെ സ്ഥലം വരെ വിറ്റ് സിറ്റികളിൽ വന്ന് അവരെ അഡ്മിഷൻ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഇത്തരം കോഴ്സുകളിലൂടെ IITയിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് അവിടെ കാണുന്നുമുണ്ട്. അതൊരു സോഷ്യൽ മാറ്റത്തിൻ്റെ ഭാഗമാണ് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയറിയാം, നാഷണൽ അഡ്മിഷൻ ടെസ്റ്റുകളിൽ റിസൾട്ടായിട്ട് വരുമ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്നതെന്ന് പറയുന്ന കേരളത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കോമ്പറ്റേറ്റീവ് എൻവയൺമെൻ്റ് ആണ്. രണ്ടാമത്തെ, കേരളത്തിലെ കുട്ടികൾക്ക് അത്തരം കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഞാൻ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണോ, അതോ നമ്മുടെ കോളേജ് ടെക്നോളജികളുടെ
മാറ്റങ്ങൾ കൊണ്ടാണോ? ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയും മക്കളെ ഒരുപാട് ബേർഡൻ ചെയ്യുന്നു എന്ന്. ഇവിടെ കാണിക്കുന്ന സ്കൂളുകളിൽ ബേർഡൻ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ബേർഡനിങ് ആണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്തരം അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 വർഷം ഇതിനു വേണ്ടി മാത്രം ശ്രമിക്കുന്നവരുണ്ട്, ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം പരീക്ഷകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇതാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ അത് കടന്നുകൂടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിലൂടെ അല്ല അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാക്കാനായിട്ട് കുറച്ച് പേരെങ്കിലും തയ്യാറാവണം. കേരളത്തിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കോച്ചിങ് സെൻറ്ററുകൾ, അത്തരം സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചിങ് സെൻറ്ററുകളൊക്കെ വേണം. പക്ഷേ കേരളത്തിൽ ഞാനൊരു കാര്യം പറയാം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു തരത്തിലും മോശക്കാരല്ല. ഇപ്പോൾ ഈ പറഞ്ഞ IIT-കളിൽ കയറിയില്ലെങ്കിലും അത് സെക്കൻഡ് ടയർ തേർഡ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ പുറത്തു വരുന്നവർ ഈ പറഞ്ഞ കുട്ടികളോട് അത്രയും ബ്രില്യൻ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യത്തിൽ ഭരണകർത്താക്കളെ കുറെ കൂടെ ശ്രദ്ധിക്കണം. ഇതൊരു ഗോളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറ്റിയെടുത്ത് അത്തരം ട്രെയിനിങ്ങിലൂടെ മാത്രം. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ്, ഫോർ എക്സാമ്പിൾ, സിവിൽ സർവീസിൽ മലയാളികളുടെ എണ്ണം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിവിൽ സർവീസ് അക്കാഡമികൾ ഉണ്ടാവണം. അവരെ ട്രെയിൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും പറ്റുന്ന കുറച്ച് ഗുഡ് മോഡൽസ് ഞാനിവിടെ കണ്ടിട്ടുണ്ട്, വളരെ വിജയകരമായിട്ടുള്ള. അത്തരം മോഡലുകൾ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും സയൻസ് മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും മെഡിക്കൽ മേഖലയിലും ഹയർ പെർസെൻറ്റേജ് വരണമെന്നുണ്ടെങ്കിൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾ പാസ്സായേ പറ്റൂ. അത് പാസ്സാക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന സെൻറ്ററുകളും സ്കില്ലിംഗ് പ്ലേസുകളും അതിനുള്ളൊരു സോഷ്യൽ ഡ്രൈവും ഉണ്ടാകണം. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് എങ്ങനെയെങ്കിലും കേരളത്തിന് വെളിയിലൊരു യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റ് സ്ഥലങ്ങളിലോ അഡ്മിഷൻ കിട്ടാനുള്ള ശ്രമത്തിൻ്റെ പുറകിലാണ്, സ്ഥലവും വിറ്റ് പോവുകയാണ്. ഇവിടെ നിന്നുള്ള ഔട്ട്ഫ്ലോ റെമിറ്റൻസ് അതിന് വേണ്ടിയിട്ട് വളരെ അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. പകരം ഇന്ത്യയിൽ തന്നെ പഠിക്കാനും ഹയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനും ആണ് എൻ്റെ അഭിപ്രായത്തിൽ അവർ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായം. അത്തരം പ്രോസസ്സിനേക്കാൾ കൂടുതൽ ഇപ്പോൾ IIT-കളിലോ അല്ലെങ്കിൽ ഐസറുകളിലോ അതുപോലെയുള്ള ഉയർന്ന വിദ്യാഭ്യാസ സ്ഥലങ്ങളോ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. മലയാളികൾ ആ ശ്രമം കുറച്ച് കുറഞ്ഞോ പോയോ എന്ന് എനിക്ക് സീരിയസ് ഡൗട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ സാറ് ചെയർമാനായിട്ടിരിക്കുമ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം സ്കൈ റൂട്ട് അവരുടെ വിക്രം എന്നുള്ള റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ്. ഇതൊരു സ്വകാര്യ മേഖലയുടെ ഈ ഒരു വരവ് ഏത് രീതിയിലായിരിക്കും ഇതിന് ഗുണം ചെയ്യുന്നത്? ഇതൊരു വലിയ കഥയാണ്. സാറ് തന്നെയാണ് അതിൻ്റെ അഡ്വൈസറും. അതെ. സ്കൈ റൂട്ട് എയറോസ്പേസ് എന്നുള്ളത് ഹൈദരാബാദ് ബേസ്ഡ് ഒരു കമ്പനിയാണ്. അത് അവരൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങി. അവരുടെ ഒരു ആദ്യ സബ് ഓർബിറ്റൽ വിക്ഷേപണത്തിൽ സമയത്ത് ഞാൻ ചെയർമാൻ ആയിരുന്നു. ശ്രീഹരിക്കോട്ടയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലോഞ്ച് പാഡ് തയ്യാറാക്കി കൊടുത്തതും അവർക്ക് വേണ്ട എല്ലാ ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുത്തതും അക്കാലത്താണ് നടത്തിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും പ്രധാനപ്പെട്ട ഒന്ന് ഈ മേഖലയിൽ ഉണ്ടാകുന്ന മറ്റൊരുപാട് വിക്ഷേപണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്പേസ് സെക്ടർ റിഫോംസ് ഉണ്ടായി. 2023 അതിൻ്റെ സ്പേസ് പോളിസി നമ്മൾ ഇറക്കി. അതനുസരിച്ചിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് സ്പേസിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാത്തരം പ്രതിബന്ധങ്ങളെ നമ്മൾ ഇല്ലാതാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് ധാരാളം സ്പേസ് സ്റ്റാർട്ടപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൈ റൂട്ടിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞാൽ അവരുടെ വിക്രം 1 എന്നുള്ളത് ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ 1ാമത്തെ വിക്ഷേപണ തറയിൽ റെഡിയായിരിക്കുകയാണ് ലോഞ്ചിന്. ഈ ആഴ്ച തന്നെ എൻ്റെ വിക്ഷേപണം, അതനുസരിച്ച് വിക്ഷേപണം നടത്താനുള്ള കാര്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ വളരെ വലിയ മാറ്റമാണ്. ഇങ്ങനെ വരുമ്പോൾ ISROയുടെ ഒരു സ്റ്റേക്ക് എന്താണ്? ISROയ്ക്ക് സ്റ്റേക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ISRO എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റിസർച്ച്, സ്പേസിൽ റിസർച്ച് നടത്തേണ്ട ഒരു വിങ്ങാണ്. അതൊരു രാഷ്ട്രത്തിന് വേണ്ട കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ കപ്പാസിറ്റി ഉണ്ടാകുന്നത് ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് മാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ലത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരു ബിസിനസ് യൂണിറ്റ് അല്ല. ISRO ഒരു ബിസിനസ് യൂണിറ്റ് അല്ല. ISRO ഒരു കോമ്പറ്റൻസി ബിൽഡിംഗ് യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ആ കോമ്പറ്റൻസി ബിൽഡിംഗ് യൂണിറ്റിന് കുറേ കഴിഞ്ഞപ്പോൾ അതിന് മിഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ടായി. അപ്പോൾ റോക്കറ്റുകൾ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്യാനും ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്യാനും വേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ മുകളിൽ വന്നു. ആക്ച്വലി അതുണ്ടായത് നമ്മൾ റിസർച്ച് ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. GSLV സാങ്കേതികവിദ്യ ഇതുപോലെ സ്വകാര്യ മേഖലയിലേക്ക്, അപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വകാര്യ മേഖലയ്ക്ക് സ്വന്തമായിട്ട് പഠിക്കാനൊക്കെയുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വകാര്യ മേഖല കുറേ അധികം പ്രതിബന്ധങ്ങളെ തരണം ചെയ്തേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ISRO കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ടാണ് ഈ മേഖലയിലുള്ള അറിവുണ്ടാക്കിയത്. അപ്പോൾ അറിവിൻ്റെ കുറവ് അവർക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ISROയ്ക്കുണ്ട്. അപ്പോൾ അവരുടെ വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്യാനും നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് ഫെസിലിറ്റി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇസ്രോയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫെസിലിറ്റികൾ കുറഞ്ഞ ചിലവിലോ ഡിസ്കൗണ്ട് റേറ്റുകളിലോ ഒക്കെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് കൊടുക്കാനും ലോഞ്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോഞ്ച് പാഡ് ശ്രീഹരിക്കോട്ടയിൽ നിർമ്മിക്കണം, വേറെ എവിടെയെങ്കിലും ലോഞ്ച് പാഡ് നിർമ്മിക്കണമെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ സപ്പോർട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ റിക്വയർമെൻറ്റുകളുണ്ട്. ഇതെല്ലാം അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ലോഞ്ചുകളുടെയൊക്കെ ഇടയിലുള്ള ഗ്യാപ്പിൽ അത് കൊടുത്താൽ അവർക്ക് സഹായകരമാവും. അതുപോലെ നമ്മളുടെ സീനിയർ ആളുകൾ അല്ലെങ്കിൽ റിട്ടയർഡ് ആളുകൾ അവരെ മെൻറ്റർ ചെയ്താൽ അവർക്കൊരു പ്രയോജനം ഉണ്ടാവും.
ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇതിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരം സപ്പോർട്ടുകൾ കൊടുക്കേണ്ടത് രാഷ്ട്ര പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ്. നല്ല മാറ്റമാണ്. അതുകൊണ്ട് ഇസ്രോയ്ക്ക് പ്രത്യേകിച്ച് തകരാറൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. ഇപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യയിൽ ഒരു ഇലോൺ മസ്കിന്റെ ഇനി പ്രതീക്ഷിക്കാൻ പറ്റൂ? എനിക്ക് തോന്നുന്നു അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഇലോൺ മസ്ക് അല്ല. ആ ലെവലിൽ ആ ലെവലിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു വിദേശത്തുള്ള ഒരു മോഡലിനെ കോപ്പി ചെയ്യാൻ ഇന്ത്യയിലാവില്ല. ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു മോഡലായി നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്താണ് ഇന്ത്യയുടെ മോഡൽ? ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്. അതിൽ ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ അധികമൊന്നുമല്ല, കുറവാണ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർനെറ്റ് സർവീസ് കൊടുത്താൽ തന്നെ ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് അത് ഉപയോഗിക്കപ്പെടാം? വളരെ കുറച്ച് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. ഇന്ന് മൊബൈൽ പെനട്രേഷൻ വളരെ കൂടുതലാണെന്നറിയാം, എല്ലാ സ്ഥലത്തും മൊബൈലുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക് വഴിയാണ്. അതുകൊണ്ട് ഒരു ഒരു ലിയോ കോൺസ്റ്റലേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ സർവീസ് ഇന്ത്യയിൽ മാത്രം കൊടുത്തൊരു മോഡൽ വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരുപാട് യൂസ് ഉണ്ടാവണം. ഏതൊക്കെ തരത്തിലുള്ള യൂസാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത്തരം യൂസിന് പറ്റിയ റോക്കറ്റുകൾ എല്ലാ ആഴ്ചയും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കേസ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ബിസിനസ് കേസ് ഇന്നിപ്പോൾ ഇവിടെ നിലവിലില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ഇലോൺ മസ്കിനെ നിർമ്മിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ടത് ഭാരതത്തിന് പറ്റിയ ഒരു യൂസ് കേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെ എലോൺ മസ്ക് ഉണ്ടായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം റോക്കറ്റ് ഉണ്ടാക്കുകയും റീയൂസബിലിറ്റി ഉണ്ടാക്കുകയും പെട്ടെന്ന് വിക്ഷേപിക്കാൻ കഴിയുകയും കുറഞ്ഞ നിലവിൽ ധാരാളം ഉപഗ്രഹങ്ങൾ എത്തിക്കാനുള്ള കഴിവും അതൊപ്പം തന്നെ അത്തരം കോൺസ്റ്റലേഷനെ കുറിച്ച് അമേരിക്ക എന്ന രാഷ്ട്രത്തിന് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭാരതത്തിന് അങ്ങനെ ഒരു കോൺസ്റ്റലേഷൻ ഉണ്ടായാൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കണം. ആരത് ഉപയോഗിക്കും? അതെങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ലാഭകരമായ വ്യവസായമായിട്ട് മാറ്റും? അങ്ങനെയാണെങ്കിൽ എലോൺ മസ്കിനെ പോലെയുള്ള വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മസ്കിന്റെ ഒരു സാന്നിധ്യം, ലോക സാന്നിധ്യം ഈ രംഗത്തൊരു വലിയ ഇൻസ്പിറേഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും അതെ. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനം വളരെ വളരെ വിലപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം പ്രത്യേകിച്ചും നമ്മളെ നാഷണൽ ഏജൻസികൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അജിലിറ്റി, അതായത് ഒരു ബിസിനസ് അജിലിറ്റി കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്, പ്രത്യേകിച്ചും മാറ്റങ്ങൾ വരുത്താനും പുതിയ ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ധൈര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് കാണുന്ന ഒരു കൗതുകകരമായ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഇതിനകത്ത് മുഴുവൻ സമയത്തും ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആൻട്രപ്രണറാണ് അദ്ദേഹം. ബിസിനസ് മാത്രമല്ല, അത് ചില കാര്യങ്ങളിൽ ഒരു വിഷണറി സ്വഭാവം അതിലും കാണിക്കുന്നുണ്ട്. എന്താണ് വിഷണറി? ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കിയാൽ പറയാം, ചൊവ്വയിൽ പോയി കോളനി ഉണ്ടാക്കണം, മനുഷ്യനെ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ഇന്റർ കോണ്ടിനെന്റൽ ഫ്ലൈറ്റ് നടത്തണം. അപ്പം അതുപോലെ തന്നെ ഈ 10,000-കണക്കിന് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച് ഡയറക്റ്റ് മൊബൈൽ കണക്ടിവിറ്റി ഉണ്ടാക്കണം. ഇതൊന്നും പുതിയ ഐഡിയകളൊന്നുമല്ല. ഇതിൽ പല രീതിയിൽ ഇതിനു മുമ്പ് പരീക്ഷിച്ച് പരാജയപ്പെട്ട ഐഡിയകൾ പക്ഷേ വിജയിക്കാൻ പറ്റുന്ന മോഡലുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മിടുക്കനാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ISC പഠിപ്പിക്കുന്നതുകൊണ്ടാണോ ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു താമസം? അതോ വന്നും പോയിരിക്കും? ഞാൻ കൂടുതൽ സമയം ബാംഗ്ലൂരിലാണ്. കാരണം ബാംഗ്ലൂർ എയറോസ്പേസിൻ്റെ ഒരു ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ പല ഇൻഡസ്ട്രികൾ, സ്റ്റാർട്ടപ്പുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പോകുന്നുണ്ട്. ഞാൻ ISROയിൽ ഇപ്പോഴും ഒരു പ്രൊഫസർ റോളുണ്ട്, അഡ്വൈസർ റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ കുറച്ച് സൗകര്യം, മക്കളും അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. എല്ലാ ആശംസകളും. താങ്ക് യു. നമസ്തേ.